എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ചാണ്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൂന്നാം പാദഫലം അതായത് 197% വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി ദീർഘനാളത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് വെച്ചാൽ തൃശ്ശൂർ ആസ്ഥാനമായ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അവരുടെ ഈ മൂന്നാം പാദഫലം അതായത് ഒക്ടോബർ ഡിസംബറിൽ ഏകദേശം 305 കോടി രൂപ ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മുൻ വർഷത്തിലെ ഡിസംബറിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 197% പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ ക്വാർട്ടറായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 11% കൂടുതലാണ്. അതുകൂടാതെ ബാങ്ക് ചെയ്യുന്ന മൊത്തം ബിസിനസ് ടേൺ ഓവർ 1,76,000 കോടി രൂപയിൽ കൂടുതലായിട്ടുണ്ട്. അതായത് അപ്പോൾ ബിസിനസ്സിൻ്റെ വാർഷിക വളർച്ച ഏകദേശം 137%. കൂടാതെ നിഷ്ക്രിയ ആസ്തി NPA നോൺ പെർഫോമിംഗ് അസറ്റ് അത് ഏകദേശം 5.48% നിന്ന് 4.7% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ക്വാർട്ടർ വളരെ നമ്മളെ മുൻ വർഷത്തെ ക്വാർട്ടറുകളെ അപേക്ഷിച്ച് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് അതിൻ്റെ ഓഹരിയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നമുക്കൊരു ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 6,440 കോടിയാണ്. PE വെറും 5.77 PE, വളരെ കുറഞ്ഞ PE. ROC 5.23%, ROE 12.4%. ബുക്ക് വാല്യൂ 31.9 ഉള്ളത്. കറണ്ട് പ്രൈസ് 30 രൂപ 80 പൈസയുടെ കറണ്ട് അതിൻ്റെ നടക്കുന്ന പ്രൈസ് നോക്കിയാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ടോട്ടൽ റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിലെ അപേക്ഷിച്ച് നോക്കിയാൽ 1,863, ഇപ്രാവശ്യം 2,600 ആയി. പിന്നെ അതുകൂടാതെ ഓപ്പറേഷൻ പ്രോഫിറ്റ് നോക്കിയാൽ 483. ഇവിടെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ സമയത്ത് മീൻസ് ലാസ്റ്റ് ഇയറിൽ ഈ ഡിസംബർ ക്വാർട്ടറിൽ വെറും 203 ഉണ്ടായുള്ളൂ. അതുകൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ 460. അപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോഴും നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ NPA കുറഞ്ഞിട്ടുണ്ട്. NPA ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാലും ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുമ്പോഴും ഇവിടെ 1.61% ഉള്ളൂ. മറ്റിടത്ത് നോക്കുമ്പോൾ 1.8 ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്വാർട്ടറിൽ 1.70 ഉണ്ടായിരുന്നു. അതായത് പിന്നെ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഷെയർസ് മാത്രമേ ഉള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് FISൻ്റെ കയ്യിൽ അത്യാവശ്യം ഷെയർസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ ഓരോ ക്വാർട്ടറിലും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മളെ യൂസഫ് അലിക്ക് ഏകദേശം 4.3% ഷെയർസ് യൂസഫ് അലിക്കുണ്ട്. അതുകൂടാതെ LICയുടെ കയ്യിലും ഏകദേശം 2.6% ഷെയർസ് നമ്മളെ LICയുടെ കയ്യിലുണ്ട്. LIC ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾഡിംഗ് ഡീറ്റെയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുന്നത് അതായത് റിസൾട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ വോളിയം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് കണ്ട നല്ല വോളിയത്തോടു കൂടി ആ ബ്രേക്ക് ഔട്ട് ചെയ്ത്, അതായത് ഇവിടെ ഒരു ബ്രേക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ 2 ദിവസമായിട്ട് കയറി നിൽക്കുകയാണ്. നമ്മളെ ഏകദേശം സപ്പോർട്ട് പോയിന്റ് നമ്മൾക്ക് വരുന്നത് ഏകദേശം 26 രൂപയുടെ. ഇപ്പോൾ ഇൻട്രാഡേ ചാർട്ടാണ്. നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ ഇതിൽ സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഒരു 26 രൂപയ്ക്കായിട്ട് സപ്പോർട്ടായിട്ട് കാണുന്നത്. അപ്പോൾ 30 രൂപ 75 പൈസയുടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ വീക്കിലി ചാർട്ടിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് വീക്കിലി ചാർട്ടിൻ്റെ വ്യൂ എന്നുള്ളത്. ഇതാണ് വീക്കിലി ചാർട്ട്. നമുക്ക് വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് വീക്കിലി ഒരു ക്ലിയർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലിയർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു.
വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 24ലാണ് വീക്കിലി നല്ലൊരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. ഈ റേഞ്ചിലാണ് നല്ലൊരു സപ്പോർട്ട് കിടക്കുന്നത്. അതായത് ഏകദേശം 24 റേഞ്ചിലാണ് സപ്പോർട്ട്. വീക്കിലി നോക്കുമ്പോൾ 24 റേഞ്ചിൽ നല്ല സപ്പോർട്ടുണ്ട്. ഒരു ചെറിയൊരു വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കൺസോളിഡേഷനോ ആയിരുന്നു കുറച്ച് ദിവസങ്ങളിൽ, ഒരു 1-2 മാസം. ആ കൺസോളിഡേഷനാണ് വിത്ത് വോളിയത്തോടു കൂടിയാണ്. ഇവിടെ നല്ല വോളിയത്തോടു കൂടിയാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നല്ല റിസൾട്ടിനെ പറ്റിയിട്ട് നല്ല റിസൾട്ടും വന്നു. അപ്പോൾ അതിനൊപ്പം നല്ല ബ്രേക്ക് ഔട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു പതുക്കെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പതുക്കെ മൂവ് ചെയ്യുള്ളൂ, പെട്ടെന്നൊന്നും മൂവ് ചെയ്യില്ല. അപ്പോൾ പതുക്കെ ഒരു വരും ദിവസങ്ങളിൽ ഒരു മീഡിയം ടു ലോങ് ടേം വ്യൂയിലേക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നല്ലതാണ്. മീഡിയം ടു ലോങ് ടേം വ്യൂയിലേക്ക് ഇടാം. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ആ ട്രെൻഡ് ലൈനും കൂടിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോവുക. അപ്പോൾ നമ്മൾ ഒരു മീഡിയം വ്യൂവേഴ്സിനിടയിൽ ഈ ട്രെൻഡ് ലൈൻ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാവുന്നതാണ്. ഈ ട്രെൻഡ് ലൈൻ എപ്പോൾ ബ്രേക്ക് ആവുന്നോ ആ സമയത്ത് ഇത് വിറ്റുമാറുന്ന രീതിയിൽ ഒരു ഹോൾഡിംഗ് ആയിട്ട് സ്വീകരിക്കാവുന്നതാണ്. അത് മീഡിയം ടൈമിൽ. ലോങ് ടൈമുകാരാണെങ്കിൽ ഇത് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. ഒരു അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് വരുന്നവരെ, ഒരു 50 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് വരുന്നവരെ 24 രൂപ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിതൊരു ലോങ് ടേമിലേക്ക് 24 രൂപ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് മേടിക്കാവുന്നതാണ്. കാരണം നല്ലൊരു സപ്പോർട്ട് ആണ് 24. പിന്നെ ഇപ്പോൾ നല്ല റിസൾട്ടും നന്നായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു അധികം റിസ്ക് ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയറായിട്ട് ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.